ഇതൊരു പാർട്ടി ദിവസമാണ്. ഈ പട്ടാളത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ് ഈ പാർട്ടി എന്ന് വെച്ചാൽ. ഇതിപ്പോൾ പക്ഷേ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒരു 2 വർഷം 3 വർഷം നിന്ന് ഒരേ ഫാമിലി ആയിട്ട് ഒന്നിച്ച് നിന്നിട്ട് ഈ പോകുക എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിട്ടോ. അത് വല്ലാത്തൊരു ഫീലിങ്സാണ് നമ്മൾ പോകുമ്പോഴും മറ്റുള്ളവർ പോകുമ്പോഴും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ എൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോവുക. അപ്പോൾ ഞങ്ങളുടെ ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകാരെല്ലാവരും കൂടെ ചേർന്ന് പാർട്ടി ചെയ്തേണേ. ഓരോരുത്തരും ഓരോ ടീമായിട്ട് തിരിഞ്ഞിട്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ ചനാ സബ്ജി ഞാനായിരുന്നു ഉണ്ടാക്കിയത്. മറ്റേ ഇത് എന്നാ ചോല. ഞാനുണ്ടല്ലോ ഇവരോട് ചനാ സബ്ജിയും ചോദിച്ചപ്പോൾ അവരെന്നെ കളിയാക്കി. അവർ ചോല എന്ന് പറയുന്നത്, കടലയ്ക്ക് ചനയെന്നാണ് പറയുന്നതെങ്കിലും അവർ സബ്ജി ആകുമ്പോൾ അതിന് ചോല സബ്ജി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു അറിവ് എനിക്ക് പുതിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ പൂരി ഉണ്ടായിരുന്നു, മിക്സ് വെജ്, ഈ ചോല, പിന്നെ റൈസ്, ഇത്രയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി. ഞാനിപ്പോൾ വേറെ സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ട് ഞാൻ ചോല ഉണ്ടാക്കി. പക്ഷേ ഇത് ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തു, ഡാൻസ് ചെയ്തും. ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഗെയിംസ്, പിന്നെ കപ്പിൾ ഡാൻസ്, അങ്ങനെയൊക്കെ ഒരു നല്ല എൻജോയ്മെൻ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഫീലിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഒന്ന് കുറയുക ശരിക്കും. പിന്നെ ഈ യാത്രയപ്പ് എന്ന് പറഞ്ഞ ഈ സെറമണി ഞാൻ പറഞ്ഞല്ലോ, അതൊരു വല്ലാത്ത ഒരു, നിങ്ങൾക്കറിയായിരിക്കും, ഇങ്ങനെ ആർമി ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ മഹാരാഷ്ട്രക്കാരാണ്. ഞാൻ വന്നപ്പം ഇവരിവിടെ ഉണ്ടായിരുന്നേ. അവരിപ്പോൾ 3 വർഷമായി. അവർ അതിൻ്റെ രണ്ടാമത് പ്രഗ്നൻ്റായി, പിന്നെ കുഞ്ഞായി. ആ കുഞ്ഞിനിപ്പോൾ 1 ഇയർ ആവാൻ പോകുന്നു. അപ്പോഴാണ് അവർ പോകുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ടൈം 2 കുട്ടികളുണ്ട്. അവർ 2 പേരും എൻ്റെ മോളുടെ ഫ്രണ്ടാണ്. അവരെപ്പോഴും വരികയും ഫുൾ ടൈം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു സിസ്റ്റർ ഇൻ ലവ് ആയിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു. നമുക്കെല്ലാവർക്കും ആപ്പാടെ ഒരു സന്തോഷം ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. പിന്നെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ കളിച്ച്, അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.